കലി പാപത്തിന്റെ ദേവൻ അഥവാ മൂർത്തീകരണമാണ് കലിദേവൻ. ബ്രഹ്മപുത്രനായ കശ്യപ പ്രജാപതിക്ക് മുനി എന്ന പത്നിയിൽ ജനിച്ച 15ാമത്തെ പുത്രനാണ് കലി. ഇദ്ദേഹം ഒരു ദേവഗന്ധർവനായിരുന്നു. ഭീമസേനൻ, ഉഗ്രസേനൻ, സുപർണൻ, വരുണൻ, ധൃതരാഷ്ട്രർ, ഗോപതി, സുവർച്ചസ്, സത്യവാക്ക്, അർക്കപർണൻ, പ്രരുതൻ, വിശ്രുതൻ, ചിത്രരഥൻ, ശാലീശിരസ്, പർജന്യൻ, നാരദൻ എന്നിവരാണ് മുനിക്കുണ്ടായ മറ്റ് 15 ദേവഗന്ധർവന്മാർ. മഹാഭാരതം ആദിപർവം 65-ാം അധ്യായം 43-ാം പദ്യം മുതൽ ഇങ്ങനെ കാണുന്നു: ഭീമസേനോഗ്രസേനന്മാർ, സുപർണൻ, വരുണൻ, പരൻ, ധൃതരാഷ്ട്രർ, ഗോപതിയ, സുവർച്ചസ്സു സപ്തമൻ, സത്യവാർക്കർക്കപർണൻ താൻ, പ്രയുതൻ, പിന്നെ വിശ്രുതൻ, ഭീമൻ സാക്ഷാൽ ചിത്രരഥൻ, സർവജ്ഞൻ, വിജിതേന്ദ്രിയൻ, പിന്നെ ശാലീശിരസേവം, പർജ്യൻ താൻ ചതുർദശൻ, കലിയാ 15-ാമൻ, നാരദൻ ഷോഡശൻ പരം. ഇവരദ്ദേവഗന്ധർവർ, മുനി പെറ്റവർ വിശ്രുതർ. പരീക്ഷിത്തു രാജാവ് കലിയെ നിയന്ത്രിച്ച ഒരു കഥയുണ്ട് മഹാഭാരതത്തിൽ. ശ്രീകൃഷ്ണൻ വൈകുണ്ഠം പ്രാപിച്ച ശേഷം പാണ്ഡവന്മാർ അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷിത്തിനെ രാജ്യഭാരം ഏൽപ്പിക്കുകയും മഹാപ്രസ്ഥാനത്തിന് യാത്ര തിരിക്കുകയും ചെയ്തു. പരീക്ഷിത്തു രാജാവ് ദിഗ്വിജയം ചെയ്ത് ദേശാന്തരങ്ങളിൽ സഞ്ചരിച്ച അവസരത്തിൽ കലി ഒരു ശൂദ്ര രാജാവിന്റെ വേഷത്തിൽ ഒരു ഗോമിഥുനത്തെ ഉപദ്രവിക്കുന്നത് കണ്ട് രാജാവ് ഉടനെ അമ്പും വില്ലും എടുത്തു. കലി രാജാവിന്റെ അടുക്കൽ തലകുനിച്ചു. അതിനാൽ രാജാവ് കലിയെ വധിച്ചില്ല. തന്റെ രാജ്യം വിട്ട് എവിടെയെങ്കിലും ഓടിക്കൊള്ളാൻ രാജാവ് കലിയോട് ആജ്ഞാപിച്ചു. ഭൂമിയെല്ലാം പരീക്ഷത്തിന്റെ വകയായതിനാൽ തനിക്ക് വസിക്കാൻ എവിടെയെങ്കിലും സ്ഥലം തരണമെന്ന് കലി അപേക്ഷിച്ചു. അതനുസരിച്ച് കലിക്ക് വസിക്കുവാൻ താഴെ പറയുന്ന 5 സ്ഥാനങ്ങൾ രാജാവ് കൽപ്പിച്ചു കൊടുത്തു: 1 ചൂതുകളി, 2 മദ്യപാനം, 3 സ്ത്രീ, 4 വധം, 5 സ്വർണം. അങ്ങനെ അന്നു മുതൽ കലിയുടെ സ്വച്ഛന്ത വിഹാരം തടയപ്പെട്ടു. കലിയുഗത്തിന്റെ നാഥനാണ് കലി. ഒരു ബ്രഹ്മാവിന്റെ കാലത്ത് 14 മന്വന്തരങ്ങളുണ്ട്. ഒരു മനുവിന്റെ കാലമാണ് ഒരു മന്വന്തരം. ഇപ്പോൾ 7ാമത്തെ മനുവിന്റെ കാലമാണ്. ഓരോ മന്വന്തരത്തിനും കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നീ 4 യുഗങ്ങളുണ്ട്. കൃതയുഗം 17,28,000 വർഷവും, ത്രേതായുഗം 12,96,000 വർഷവും, ദ്വാപരയുഗം 8,64,000 വർഷവും, കലിയുഗം 4,30,000 വർഷവും ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. കലിവർഷം 3102 ക്രിസ്തുവർഷം ആരംഭിച്ചു. ഇനിയും 4,26,935 വർഷം കൂടി കഴിയുമ്പോൾ കലിവർഷം അവസാനിക്കുകയും ഇന്നു കാണപ്പെടുന്ന പ്രപഞ്ചം നീങ്ങി 8ാം മന്വന്തരത്തിന്റെ കൃതയുഗം തുടങ്ങുകയും ചെയ്യും. കലിവർഷത്തിന്റെ പ്രാരംഭം മുതൽ കലിയുടെ പ്രവർത്തനമാണ് പ്രപഞ്ചത്തിൽ കൂടുതലായി നടക്കുന്നത്. ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത ദിവസം കലിയുഗം ആരംഭിച്ചതായി മഹാഭാഗവതത്തിൽ കാണുന്നു. യദാ മുകുന്ദോ ഭഗവാൻ ക്ഷ്മാം ത്യക്ത്വാ സ്വപദം ഗതഃ തദ്ധിനാൽ കലിരായതഃ സർവസാധനബാധകഃ. കലിയും നളനും തമ്മിലുള്ള ഒരു കഥയുണ്ട് മഹാഭാരതത്തിൽ. ദമയന്തി സ്വയംവരത്തിനു ശേഷം ഇന്ദ്രാദികൾ തിരികെ പോന്നപ്പോൾ വഴിക്ക് വെച്ച് കലി ദ്വാപരന്മാരെ കാണാനിടയായി. അവരും സ്വയംവരത്തിൽ സംബന്ധിക്കുവാൻ പോവുകയായിരുന്നു. ദമയന്തിയെ നളൻ വിവാഹം കഴിച്ച വിവരം ഇന്ദ്രാദികളിൽ നിന്നും കലിദ്വാപരന്മാർ മനസ്സിലാക്കി. വാനവരെ വിട്ട് കേവലം ഒരു മനുഷ്യനെ അവൾ ഭർത്താവായി സ്വീകരിച്ചതിൽ കലി അമർഷം കൊണ്ടു. നളന്റെ രാജ്യം നഷ്ടപ്പെടുത്തണമെന്നും ദാമ്പത്യം ശിഥിലമാക്കണമെന്നും കലി തീരുമാനിച്ചു. ഈ കൃത്യങ്ങൾക്ക് തുണയായി നിൽക്കാമെന്ന് ദ്വാപരനും സമ്മതിച്ചു. കലി നളനെ ചുറ്റിപ്പറ്റി നടപ്പായി. 12 വർഷം അങ്ങനെ കഴിഞ്ഞു. അന്ന് യാദൃശ്ചികമായി നളൻ മൂത്രം വീഴ്ത്തി കാൽ കഴുകാതെ ആചമിച്ച ശേഷം സന്ധ്യാവന്ദനത്തിനിരുന്നു. ആ ക്ഷണം നോക്കി കലി നളനിൽ ആവേശിച്ചു. കലി ഒരു കാളയുടെ വേഷത്തിൽ നളന്റെ അനുജനായ പുഷ്കരന്റെ അടുക്കൽ ചെന്നു. ആ കാളയെ പന്തയം വെച്ച് ചൂതാടുവാൻ നളൻ പുഷ്കരനെ വെല്ലുവിളിച്ചു. പുഷ്കരൻ വെല്ലുവിളി സ്വീകരിച്ചു. നളൻ നാടും നഗരിയുമെല്ലാം പണയം വെച്ച് കളിച്ചു തോറ്റു. ഒടുവിൽ ദമയന്തിയുമായി കാടുകയറി. നളൻ ദമയന്തിയെ വനത്തിൽ ഉപേക്ഷിച്ചിട്ട് വഴിതിരിഞ്ഞുപോയി. സന്തപ്തയായ ദമയന്തി കലിയെ ശപിച്ചു.
നളൻ കാട്ടുതീയിൽപ്പെട്ട കാർക്കോടകൻ എന്ന സർപ്പത്തെ രക്ഷിച്ചു. പ്രത്യുപകാരമായി കാർക്കോടകൻ നളനെ കടിച്ച് വിരൂപപ്പെടുത്തിയ ശേഷം ഇങ്ങനെ പറഞ്ഞു: അല്ലയോ നള, നിന്നെ വഞ്ചിച്ച കലി എന്റെ വിഷമേറ്റ് ദുഃഖിച്ച് നിന്റെ ഉള്ളിൽ കുറെ കാലം വസിക്കട്ടെ. അതിന്റെ ശേഷം നളൻ അയോധ്യ രാജാവായ ഋതുപർണന്റെ കുതിരക്കാരനായി കഴിഞ്ഞുകൂടിയ അവസരത്തിൽ ദമയന്തിയുടെ രണ്ടാം വിവാഹം നടക്കുന്ന വാർത്ത കേൾക്കുകയും ഋതുപർണന്റെ സാരഥിയായി വിദർഭ രാജ്യത്തിലേക്ക് പോവുകയും ചെയ്തു. വഴിക്കുവെച്ച് നളൻ രാജാവിനെ അശ്വഹൃദയ വിദ്യയും പഠിപ്പിച്ചു. രാജാവ് നളനെ അക്ഷഹൃദയ വിദ്യയും പഠിപ്പിച്ചു. അക്ഷഹൃദയ വിദ്യ വശമായതോടുകൂടി നളൻ കാർക്കോടകന്റെ വിഷം മുഴുവനായി ഛർദ്ദിച്ചു. അതോടുകൂടി കലി നളനെ വിട്ടുമാറി. നളൻ കലിയെ ശപിക്കാനൊരുങ്ങി. എങ്കിലും കലിയുടെ അപേക്ഷ അനുസരിച്ച് നളൻ ശപിച്ചില്ല. ഉടനെ കലി അടുത്തുനിന്ന താന്നി വൃക്ഷത്തിൽ കയറുകയും നളൻ പോയപ്പോൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അന്നു മുതൽ താന്നി ഒരു നിഷിദ്ധ വൃക്ഷമായി തീർന്നു. കലിയുഗത്തിൽ ലോകത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് മഹാഭാരതത്തിൽ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. കലിയുഗത്തെപ്പറ്റി മാർക്കണ്ഡേയ മുനി ഇപ്രകാരം പ്രവചിക്കുന്നു: കലിയുഗത്തിൽ എല്ലാവരും അസത്യവാദികളായി തീരും. യാഗവും ദാനവും നാമമാത്രമായി തീരും. ബ്രാഹ്മണർ ശൂദ്രരുടെ കർമ്മങ്ങൾ ചെയ്യും. ശൂദ്രർക്ക് സമ്പത്തുണ്ടാകും. പല മ്ലേച്ഛ രാജാക്കന്മാരുമുണ്ടാകും. ജനങ്ങൾ അല്പായുസ്സുകളായി തീരും. ശരീരവും ഹ്രസ്വമായി തീരും. മൃഗതുല്യരായ ജനങ്ങൾ ധാരാളമായി വർദ്ധിക്കും. ഗന്ധം ഘ്രാണത്തിന് അയോഗ്യമായി തീരും. രസങ്ങൾക്ക് സ്വാദുണ്ടാവുകയില്ല. സ്ത്രീകൾ മുഖേഭകളായി തീരും. നാട്ടുകാർ ചോറും ബ്രാഹ്മണർ വേദങ്ങളും വിൽക്കും. സ്ത്രീകൾ യോനി വിൽക്കുന്നവരാകും. പശുക്കൾക്ക് പാൽ കുറയും. വൃക്ഷങ്ങൾക്ക് പൂവും കായും കുറയും. കാക്ക ധാരാളമായി വർദ്ധിക്കും. ബ്രാഹ്മണർ ഭിക്ഷക്കാരായി മാറും. മുനിമാർ കച്ചവടക്കാരാകും. ബ്രാഹ്മണർ വെറുതെ നഖരോമങ്ങൾ വളർത്തും. മനുഷ്യർ ചതുരാശ്രമങ്ങൾ തെറ്റിക്കും. വിദ്യാർത്ഥികൾ ഗുരുവിന്റെ മെത്തയിൽ ശയിക്കും. കാലാകാലങ്ങളിൽ മഴയുണ്ടാകുകയില്ല. വൃക്ഷലതാദികൾ പലയിടത്തും മുളയ്ക്കുകയില്ല. സാർവത്രികമായ കൊലപാതകം സംഭവിക്കും. ആളുകൾ കള്ളത്താപ്പുകൾക്ക് കച്ചവടം ചെയ്യും. കച്ചവടക്കാർ ചതിയന്മാരായിത്തീരും. ധർമ്മിഷ്ഠന്മാർ കുറയും. പാപികൾ വർദ്ധിക്കും. 7-8 വയസ്സായ പെൺകുട്ടികൾ ഗർഭിണികളാകും. ബാലന്മാർക്ക് പുത്രന്മാർ ജനിക്കും. 16 വയസ്സിൽ നരബാധിക്കും. വൃദ്ധന്മാർക്ക് യുവാക്കന്മാരുടെ ശീലമുണ്ടാകും. ഭാര്യമാർ ദാസപശുക്കളിൽ വ്യഭിചരിക്കും. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യമാർ വ്യഭിചരിക്കും. പട്ടിണി കൊണ്ട് ജനങ്ങൾ കൂട്ടം കൂട്ടമായി മരിക്കും. കലിയുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ തീർത്ഥം ഗംഗയാണെന്ന് മഹാഭാരതം വനപർവം 85-ാം അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്നു. കലിയുടെ അവതാരമായിരുന്നു ദുര്യോധനൻ. ദ്വാപരനാണ് ശകുനിയായി ജനിച്ചത് എന്നും മഹാഭാരതം ആശ്രമപർവം 31-ാം അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്നു.